കൂടെ എടുത്തോളൂ. ബാസ്കറ്റ് പിടിക്കൂ, പിടിക്കൂ. നടക്കൂ നടക്കൂ, വേഗം നടക്കൂ. എന്താ കുട്ടികളെ? ആ, മോക്ക് ഏത് സോപ്പാ ഇഷ്ടം? പാമോലിവാ? എനിക്കും അത് തന്നെയാ. ദാ കുടിക്കൂ. എടുക്കല്ലേ? ഒരു മാസത്തെ കൊള്ളാം അങ്ങ് എടുക്കാം. എപ്പോഴും വരാൻ കഴിയില്ല. ആ, ഈ ഷാമ്പു നല്ലതാ. ഇതും കുറച്ചെടുക്കട്ടെ. ലിസ്റ്റ് കയ്യിലുണ്ടല്ലോ. മോക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്തോളൂ. ഞാനേ ആ മീൻ സ്റ്റാൾ വരെ ഒന്ന് പോയിട്ട് വരാം. വേഗം വേണം. കയ്യിലല്ലേ? നേരെ ജപ്പാനാ. $858.40. ഓ, ചില സാധനങ്ങൾ ബില്ല് ചേർക്കാൻ വിട്ടുപോയല്ലോ. ഇല്ല, എല്ലാം കൂടി 46 ഐറ്റംസാ. എണ്ണിയത് ഞാനാ. ജിജു എന്താ എടുത്തേ? കാസറ്റ് അല്ലേ? 1 2? എത്രയാ? സ്വീറ്റ്സ് എത്ര എടുത്തേ? എണ്ണം പറഞ്ഞു കൊടുക്ക് ടിങ്കു. മഞ്ജുനും കൂടെ എടുക്കായിരുന്നില്ലേ? വേണോ മോക്ക്? ഒരെണ്ണം കൂടെ എടുക്ക്. അപ്പൊ ആകെ 2 എണ്ണം. ഷാഹുലേ, ഞാൻ ചോദിച്ചിട്ട് വേണോ? എന്താ എടുത്തത്? അങ്ങനെ വരില്ലല്ലോ. ഗുഡ്. ഇതാ, ഇത് കണ്ടുപഠിക്ക്. ഷാഹുലിന് എന്താ വേണ്ടെന്ന് വെച്ചാ എടുത്തോളൂ. അങ്ങനെ ആയാലോ? ഷാഹുലിന് ഇതിരിക്കട്ടെ, എന്റെ വക. കൂട്ടത്തിലെ നല്ല ആൾക്കാർക്കല്ലേ പൂക്കൾ കൊടുക്കുക. ഹലോ ചേച്ചി, ജോർ കോളനിയിൽ നമ്പർ വേണോ? ഒരു പ്രഷർ കുക്കർ. അടുത്തതിന് മിക്സ് ചെയ്യാ. ഒരു നമ്പർ ചെയ്തിട്ടെ. എന്റെ കുട്ടപ്പ വേണ്ട. എന്നാ അതിന്റെ അടുത്തേനാകാം. അത് ഫ്രിഡ്ജാ. അവരുടെ ഫ്രിഡ്ജാ, മറക്കല്ലേ? ഫ്രിഡ്ജാ. നമസ്കാരം ഉണ്ണിത്താൻ സാർ. ഇതെന്താ ഇപ്പൊ ഇതേ ഒരു പണി? എന്റെ കാറ് എന്റെ വഴി. എനിക്ക് ആരുടെ അഭിപ്രായം വെച്ചില്ല. പോയാട്ടെ. പുതിയ പാർട്ടി എത്തിയിട്ടുണ്ടല്ലേ? സേക്രഡ് ആർട്ട് സ്കൂളിൽ മ്യൂസിക് ടീച്ചർ. പേര് നിർമ്മല മേനോൻ. ഒന്ന് കാണണമല്ലോ. എന്റെ ഗൃഹലക്ഷ്മി ഹോം ഒരു ഗൃഹലക്ഷ്മി അപ്ലയൻസസ്. ആ പുതിയ കക്ഷിയെ ചുമ്മാ അങ്ങ് വിളിക്കണം സാറേ. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടട്ടെ. ഒരു നമ്പർ തരാൻ അവർക്കും താല്പര്യം കാണുമല്ലോ. തന്റെ ഒരു നമ്പർ ഈ കാലിപ്പെട്ടികൾ വണ്ടിയിൽ കെട്ടിവെച്ച് ആളെ പറ്റിച്ച് നടക്കുന്നില്ല. തന്റെ നമ്പർ പോ. ഈ കുട്ടിയെ കിട്ടില്ല. വേണ്ട, കുട്ടിയുടെ ചെലവിൽ വെട്ടി വിരിഞ്ഞ് കോടിക്ക് വരണം. പക്ഷെ എന്റെ ഗൃഹലക്ഷ്മിയെ കുറിച്ച് പറഞ്ഞുണ്ടല്ലോ. നമസ്കാരം, ഞാൻ കുട്ടപ്പൻ. നമ്പർ കുട്ടപ്പൻ എന്നെല്ലാരും വിളിക്കും. നമ്പരോ? അതെ, ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് സ്കീമിൽ നിങ്ങൾ എടുക്കുന്ന ഒരു നമ്പറിന് 1 വർഷം തികയുമ്പോൾ തുകയുടെ ഇരട്ടി വരെയുള്ള ഒരു ഗൃഹോപകരണം നിങ്ങളുടെ വീട്ടിലെത്തുന്നു. നറുക്കിൽ നമ്പർ വീണാൽ പിന്നെ പണം എടുക്കാൻ വേണ്ട, ഫുൾ ഫ്രീ. ഒരു നമ്പറേ തെറ്റ്. നിമ്മി മോളെ, മോളകത്ത് പോ. ആള് മഹാ ഫ്രോഡാ.
സിംഗപ്പൂരിലെ ഫ്രോഡ് പരിപാടികൾ ഞാനിവിടെ വിളമ്പണോ? കുട്ടപ്പനെ ചെല്ല്, നമുക്കെല്ലാം ശരിയാക്കാം. എന്നെ മറക്കല്ലേ, ഞാൻ വീണ്ടും വരാം. ഇതിനി ഓടുവോ? പിന്നെ ഇതൊക്കെ ശരിയാക്കി എടുക്കാന്നേ കാർബേറ്റിൽ കരട് കയറിയതാ. സാരല്ല. ഓ, ഒരു മെക്കാനിക്. അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. എന്നാ വേണ്ട, തള്ള വിളിക്ക. ഓട്ടോ. നേരത്തെ ഇങ്ങ് പോന്നോ? നേരത്തെയോ? മണി 9:30. ഒരൊറ്റ ഓട്ടോ ഇല്ല, ബസ് ഒന്നും നിർത്തുന്നുമില്ല. ആഹാ, പട്ടാളം മുഴുവനും ഉണ്ടല്ലോ. വരുന്ന വഴിക്ക് ആരെയും കണ്ടില്ലല്ലോ. അയ്യോ, ട്യൂഷൻ, മാത്സിനും സയൻസിനും സ്പെഷ്യൽ കോച്ചിങ്. ആ, നിങ്ങൾ വിട്ടോ. അടുത്ത ബസ് ചാടിക്കറി ഞാനങ്ങ് വന്നോളാം. പൊക്കോ പൊക്കോ. ചിലപ്പോഴിങ്ങനെ അല്ലേ? ബസ് സൈക്കിൾ ഓടിക്കോ. എന്താ പറ്റാത്തത്? പക്ഷെ ഈ ചെറുത് വേണ്ട. ഷാവുൽ ഇറങ്ങി ജിജോയുടെ സൈക്കിളിൽ കയറ്. കേറ്. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. അപ്പൊ മാഷ് നന്നാവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതിപ്പോ പോയിക്കോ പോയിക്കോ, ഓരോരോ വിധികളെ. ഗുഡ് മോർണിംഗ് ഫാദർ. മോർണിംഗ് മോർണിംഗ് ഫാദർ. മോർണിംഗ് ഗുഡ് മോർണിംഗ് ഫാദർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതേതാ യൂണിഫോം ഇടാത്ത വലിയ കുട്ടി? മോർണിംഗ് ഫാദർ. അത് നമ്മുടെ പുതിയ മ്യൂസിക് ടീച്ചറാ. ഗുഡ് മോർണിംഗ്. നല്ല ചന്തം ഉണ്ടായിരുന്നു കാണാൻ. സൈക്കിളും ഒക്കെ ഓടിച്ച് 10ാം ക്ലാസ്സിലെ വത്സ ഫിലിപ്പ് എന്നാ കരുതിയത്. ആ കുട്ടിയുടെ അതേ ശരീരപ്രകൃതി. എന്നാലും സൂക്ഷിക്കണം ടീച്ചറെ, അവന്മാരെ കൂടുതൽ അടുപ്പിക്കാതിരിക്കുന്ന ഭംഗി. ഞങ്ങളൊക്കെ നെയ്ബേഴ്സാ, നല്ല കുട്ടികൾ. നല്ല കുട്ടികള്. ഏതായാലും ഇതൽപ്പ കടന്ന കൈയായിപ്പോയി. ഒരുമാതിരി പിക്നിക്കിന് പോന്നോല സ്കൂളിൽ പഠിപ്പിക്കാൻ വരുന്നത്. കഷ്ടം. കുട്ടികളോടൊപ്പം കളിച്ചു നടന്നാലും ഞാൻ തന്നെയാ ടീച്ചറെ. നന്നായി. രാവിലെ ബസ്സും കിട്ടാണ്ട് ഓടിപ്പിടിച്ച് വന്നപ്പോഴാ ടീച്ചറിന്റെ ഒരു... അല്ല, നിർമ്മല ടീച്ചർ എന്താ ഇന്ന് ടേപ്പ് റെക്കോർഡറൊക്കെ ആയിട്ട്? ഇന്ന് തൊട്ട് ക്ലാസ് തുടങ്ങണമെന്ന് വിചാരിക്കുക. എത്ര പേർക്ക് താല്പര്യമുണ്ടെന്ന് കണ്ടു തന്നെ അറിയണം. അപ്പോ ഇനി ഇവിടമാകെ സംഗീത സാന്ദ്രമാകുമെന്ന് അർത്ഥം. നടനം സ്ഥലഫലമതി, ഗാനാമൃതം ഗജേന്ദ്രവാരിധി പരമശിവം. ആഹാ. 3, 4, 5, 6, 7, 8. 8, 7, 6, 5, 4, 3, 2, 1. 1, 2, 3, 4, 5, 6, 7, 8. 8, 7, 6, 5, 4, 3, 2, 1. 1.